ഓരോ ഇഷ്ടങ്ങൾ വരുമ്പോഴും എത്രമാത്രം നമുക്ക് കിട്ടുന്നൊരു പോസിറ്റീവ് ഫീൽ ഉണ്ട് അല്ലേ? ചില ആളുകളുടെ സ്വഭാവം തന്നെ മാറ്റിക്കളയും. ജീവിക്കാൻ തോന്നുന്നു എന്നൊക്കെ പറയാറുണ്ട് സാധാരണ കൗൺസിലിങ്ങിന് വരുമ്പോൾ. ആ ഇഷ്ടത്തിലാണ് ഞാൻ ജീവിച്ചത്, അല്ലെങ്കിൽ ലൈഫ് അങ്ങനെ പോവുമായിരുന്നു, ഇങ്ങനൊരു ഇഷ്ടം വന്നപ്പോഴാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകാൻ തുടങ്ങിയത് എന്നൊക്കെ പറയും. അതേ ആ ഇഷ്ടത്തിൻ്റെ അവസാനം അവരുടെ ജീവിതത്തിന് മുന്നോട്ട് കൊണ്ടുപോയ ആ വ്യക്തി ഇല്ല, അല്ലെങ്കിൽ അവരൊന്ന് പിന്തിരിഞ്ഞ് നടക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ഇവരുടെ ആ ലൈഫിൻ്റെ കംപ്ലീറ്റ് ടൈം ടേബിൾ തെറ്റിപ്പോവുക. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നറിയോ? നമ്മൾ ഒരാളിൽ തന്നെ അങ്ങോട്ട് പോകുമ്പോൾ 24 മണിക്കൂറും ആ വ്യക്തിയിൽ തന്നെ അങ്ങോട്ട് ഒരുപാട് നമ്മൾ പറയും നമ്മുടെ ഫുൾ ഫീലിങ്സും എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഡിപ്പെൻഡൻസി എന്നൊരു അവസ്ഥയിലേക്ക് പോവുകയാണ്. ഏതൊരു ബന്ധത്തിലും ഡിപ്പെൻഡൻസി ഉണ്ടാവാം, പക്ഷെ നമ്മളാണ് തീരുമാനിക്കേണ്ടത് എവിടെയാണ് ആ ബൗണ്ടറി ലൈൻ വെക്കേണ്ടത്. അത് പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. കാരണം എന്താ വെച്ചാൽ എപ്പോഴും നമ്മൾ ഇപ്പോൾ ഒരുപാട് പേരെ കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്തും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളൊരു കാര്യം, അവർ നമ്മുടെ അടുത്ത് വന്ന് പറയുമ്പോൾ അവരുടെ ഓരോ സിറ്റുവേഷൻസ് ഉണ്ടാവും. അവരെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, കുറ്റപ്പെടുത്തേണ്ട ഒരു ബന്ധത്തിലേക്ക് വന്നത് എന്ന് അവർ നമ്മളോട് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്നുണ്ട് ഒരു കെയറും അല്ലെങ്കിൽ നല്ല രീതിയിൽ അവരെ മനസ്സിലാക്കുന്നു എന്നുള്ളൊരു ഫീൽ. ഇത് തന്നെയാണ് പല റിലേഷൻഷിപ്പിനും കാരണമാവുന്നത് തന്നെ. അപ്പോൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് കമ്മിറ്റഡ് ആവുമ്പോൾ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന സമയത്ത് മിനിമം ചില കാര്യങ്ങൾ നമ്മൾ പറയും ശ്രദ്ധിക്കണം. വേറൊന്നുമല്ല, ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ റിലേഷൻഷിപ്പിൽ അവർ നിൽക്കുന്നത് സത്യസന്ധമായിട്ട് നിലനിർത്തിക്കൊണ്ടു പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ലെവലിൽ തന്നെ നിൽക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഓ സത്യസന്ധമായിട്ട് നിൽക്കാതെ എല്ലാവരും വെറുതെ ചുമ്മാ തമാശയ്ക്കുമായിട്ട് വരുമോ? ഓ, അങ്ങനെയുള്ള ആൾക്കാരും കാണാറുണ്ട്. നമ്മുടെ മുമ്പിലേക്ക് വരുന്ന മനുഷ്യരാണല്ലോ നമുക്ക് പറയാനുള്ള ഒരു, എന്താ പറയുക, നമുക്ക് കിട്ടുന്ന സോഴ്സ് അവിടെ നിന്നും കൂടിയാണ്. ഒരു തിയറി ബുക്കിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള കുറച്ച് കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ജീവിതത്തിലെ അനുഭവങ്ങൾ വന്ന് പറയുമ്പോൾ ഈ തിയറി ബുക്കൊന്നും അവിടെ എടുക്കാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വലിയ കാര്യം, ഏതൊരു പ്രശ്നത്തിൽ വന്നു പെട്ട ഒരാളാണെങ്കിലും ആ ആൾ നമ്മുടെ മുമ്പിലേക്ക് ഒരു സഹായമായിട്ട് വരുമ്പോൾ കുറ്റപ്പെടുത്താതിരിക്കുക, അവരെ കേൾക്കുക. കാരണം പലപ്പോഴും എനിക്കും വരാറുണ്ട്, എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ചില മാം ജഡ്ജ്മെൻറ്റിലാവോ എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. എന്താ ജഡ്ജ്മെൻറ്റിലാവുക? ഒരാൾ പറയുന്നതിന് മുമ്പ് തന്നെ അങ്ങോട്ട് തീരുമാനം എടുക്കുക, ആഹാ അതിങ്ങനെയാണ് ഇതിങ്ങനെയാണ്. ഇതെനിക്ക് പലപ്പോഴും കാണാറുണ്ട്. ഓൺ വോയിസ് വീഡിയോസ് പറയുമ്പോൾ തന്നെ എൻ്റെ അനുഭവമാണ് എന്നൊക്കെ പറയുന്നവർ. അതൊരു ജഡ്ജ്മെൻറ്റിലാണ്. ഒരാളുടെ സങ്കടം എന്ന് പറയുമ്പോഴേക്കും അത് അയാളുടെയാണ്, അയാൾ ഇങ്ങനെ ചെയ്തിട്ടല്ലേ എന്നൊക്കെ പറയുന്നൊരു ജഡ്ജ്മെൻറ്റൽ തോട്ടാണ്. അപ്പോൾ അതേമാതിരി ആരും ആഗ്രഹിക്കുന്നില്ല കുറ്റപ്പെടുത്തുക എന്നുള്ളത്. അപ്പം നമ്മളൊരാൾ നമ്മുടെ പ്രശ്നം വന്ന് പറയുമ്പോൾ പലപ്പോഴും എന്നോട് പറയും, ജഡ്ജ്മെൻറ്റലായിട്ട് മാം കേൾക്കല്ലേ, കുറ്റപ്പെടുത്തരുത് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരാൾക്കൊരു പ്രശ്നം വന്ന് ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ആഗ്രഹം കൊണ്ടാണല്ലോ നമ്മളുടെ അടുത്തേക്ക് വരുന്നത്. കുറേ ഉള്ളിലത്തെ ടെൻഷൻസ് മുഴുവൻ അങ്ങോട്ട് തുറന്നു പറഞ്ഞു കഴിയുമ്പോൾ അവരെ കേൾക്കുക. അതെന്താ നീ അങ്ങനെ ചെയ്ത്, നിനക്ക് വല്ല അത്യാവശ്യമുണ്ടോ, അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ, അങ്ങനെ ചെയ്തതല്ലേ ഈ കുഴപ്പങ്ങൾക്കൊക്കെ കാരണം, അല്ലെങ്കിൽ ഞാൻ അന്നേ വിചാരിച്ചതാ എന്നൊക്കെ നമ്മൾ അറിയാണ്ട് നമുക്ക് പറയാനൊക്കെ തോന്നും. പക്ഷേ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു അനുഭവത്തിൽ നമ്മളൊക്കെ പറഞ്ഞത് കേൾക്കാണ്ടാവും അവരിങ്ങനെയൊക്കെ ചെയ്തിട്ട് അബദ്ധത്തിൽ ചെന്ന് പെട്ടിട്ടുണ്ടാവുക. അപ്പോൾ ആ കുറ്റബോധവും പ്രശ്നം കൊണ്ടൊക്കെ ആവും നമ്മുടെ അടുത്ത് വന്ന് പറയാം. അന്നേരം നമ്മളിട്ട് കിട്ടിയ അവസരം ഒന്ന് കുത്തിക്കളയാം എന്ന ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാ മനുഷ്യർക്കും ഒരു നല്ല രീതിയിൽ കൗൺസിലിംഗ് ചെയ്തു കൊടുക്കാൻ പറ്റും, ഈ ഒരു 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ. പിന്നെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊഫഷണൽ ഹെൽപ്പിലേക്ക് കൊടുക്കേണ്ടി വരും, കാരണം അത് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ നമ്മളെപ്പോഴും പറയും ഫാമിലി ഇഷ്യൂസിലും കാര്യങ്ങളിലും നമുക്ക് അതായത് ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് നിൽക്കുന്ന ആൾ ഒരു പ്രൊഫഷണൽ ആവുന്നത് നല്ലതാണെന്ന് പറയും. വേറെ ഒന്നല്ല, ഭർത്താവിൻ്റെ വീട്ടുകാർ ഭാര്യയുടെ വീട്ടുകാർ അവർ രണ്ടു കൂട്ടരും അവരവരുടെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ട് പറയും. അപ്പോൾ ഇവർക്കത് ഓക്കെ ആവണമെന്നില്ല. എന്തിന് കൗൺസിലിങ്ങിനെ ഏൽപ്പിക്കുമ്പോൾ തന്നെ ഏത് ടീമാണ് ഏൽപ്പിച്ചതെങ്കിൽ അപ്പുറത്തെ ടീം പറയും, ഓ നിങ്ങൾ അവരുടെ ടീമല്ലേ, നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ടേ പോവുള്ളൂ എന്ന് തന്നെ പറയുന്നവരുണ്ടാവും. നമ്മളൊരു ബാലൻസിങ് ചെയ്യുക. എല്ലാ മനുഷ്യരുടെ ഭാഗത്തും പല പ്രശ്നങ്ങളും ഉണ്ടാവും, അതിനെ ബാലൻസിങ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. എത്രയായാലും ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ ആ മുറിവിൽ വേദനിച്ചിട്ടാണ് അവർ വരുന്നത്.
അപ്പോൾ അതിനെ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കൊരു മാജിക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് മനസമാധാനം ഉണ്ടാക്കുന്നതിന് വലിയ ലെവലിൽ നമ്മൾ കൊടുത്തില്ലെങ്കിലും മനസമാധാനം അവർക്ക് കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കെടുത്താൻ നമ്മുടെ വർത്തമാനം കൊണ്ട് സാധിക്കും. അതുകൊണ്ട് ബി കെയർഫുൾ. നമ്മൾ അവരോട് പറയുമ്പോൾ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അവരുടെ മുമ്പിലേക്ക് കുറേ ഓപ്ഷൻസ് നമ്മൾ കൊണ്ടുവന്ന് കാണിക്കുകയാണ്, പല രീതിയിലുള്ളത്. ഓൾറെഡി അവർ നീറിയിട്ടുണ്ടാവുക, അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് പിന്നെയും ഒരു രസമല്ലേ വീണ് കിടക്കുമ്പോൾ വീണ്ടും കൊണ്ടുപോയിട്ട് കുത്താൻ. അതിൻ്റെ ആവശ്യമില്ല. ഏതൊരു ബന്ധത്തിലാണെങ്കിലും മിസ്റ്റേക്സ് സങ്കടങ്ങളും പറ്റിക്കഴിഞ്ഞാൽ അത് തുറന്നു പറഞ്ഞിട്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം. ഇനി ബ്രേക്കപ്പ് ഇഷ്യൂസ് ആണെങ്കിൽ ആ കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സഡൻലി അത് പെട്ടെന്നൊക്കെ ഇങ്ങോട്ട് മാറ്റണം എന്ന് പറഞ്ഞാൽ പറ്റില്ല. പക്ഷെ മുറിവ് ഉണങ്ങാൻ സാധിക്കും, ടൈം എടുക്കും. അതിന് വേണ്ടിയിട്ട് വേറെ ആളെ തേടി പോരുത് കേട്ടോ. അങ്ങനെ തേടിപ്പോയി കഴിഞ്ഞാലും അത് കറക്റ്റായിട്ട് നിൽക്കില്ല. നമ്മൾ ഒരു മുറിവിൽ നിന്ന് വേറൊരു മുറിവിലേക്ക് എടുത്ത് ചാടണം മാതിരിയാവും. എപ്പോഴും ഹീൽ ചെയ്യാനുള്ള ടൈം കൊടുത്തിട്ട് അതിനെ കറക്റ്റായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. കുറച്ച് കാര്യങ്ങൾ തുറന്നു പറഞ്ഞെന്ന് മാത്രം. താങ്ക് യു.